നീ അങ്ങോട്ട് നോക്കി. തമാശയായിട്ട് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമയം കിട്ടുന്നെങ്കിൽ ചെയ്യണം. യൂട്യൂബിൽ കയറി 2 പഴയ മലയാള സിനിമകൾ കാണും. ഈ സിനിമകൾ രണ്ടും കണ്ടിട്ട് 50 വർഷത്തിനപ്പുറം നിങ്ങൾ ചിന്തിക്കൂ, കേരളം ഒരു തരത്തിലും പുരോഗമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ പറയുന്നതല്ല, അന്നുള്ള അതേ വിഷയങ്ങളൊക്കെ ഇന്നും ഉണ്ട് എന്നതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഓർക്കാൻ കഴിയും. ശരിയാണ്, ഒരു തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നോട് വണക്കം തോന്നരുത്, ഒരാളെയും വ്യക്തിപരമായി കണ്ടുകൊണ്ട് പറയുന്നതല്ല. കേരള സർക്കാർ മാസ ശമ്പളത്തിനായി ഡ്രോ ചെയ്യുന്നത് മൊത്തം ചെലവിന്റെ ഗവൺമെന്റിന്റെ ചെലവ് മന്ത്രിമാര് കാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വെറുതെ കഥ പറയുന്നില്ലേ? ഗവൺമെന്റിന്റെ ചെലവ് മന്ത്രിമാര് കാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വെറുതെ കഥ പറയും. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ലോക സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ വളരെ നിസ്സാരമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങനെ അന്വേഷിക്കണം. മൊത്തം ശമ്പളത്തിന് വേണ്ടി കേരളത്തിലെ മൊത്തം ചെലവ്, വികസന പ്രവർത്തനം നടക്കുമുള്ള ചെലവിനായി ഡ്രോ ചെയ്യുന്ന പണത്തിന്റെ 74% സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും. സർക്കാർ ജീവനക്കാർ എന്നോട് പെണ്ണങ്ങണ്ട, സത്യം പറയുന്നുള്ളൂ. ഒന്ന് പറഞ്ഞു കൊടുക്കണോ വാ തുറന്നു വർക്കിച്ച ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. സാർ അതിലെങ്ങാണ് പോയി ഒന്ന് കയറണേ പരീക്ഷ നടക്കുന്ന സമയത്ത് പോവാത്ത നന്നായി പോയിരുന്നെങ്കിൽ ഞാൻ SLC ജയിച്ചേനെ. പോയില്ല എന്നതൊരു ഭാഗ്യം. മാനേജർ പോയിരുന്നെങ്കിൽ ഞാൻ SLC ജയിച്ചേനെ. മന്ത്രിയോട് വിഷമം തോന്നുന്നു. മന്ത്രിയെ പറ്റി പറഞ്ഞല്ല. ഈ 2 സിനിമ വെറുതെ എന്ന് കണ്ടു. ഈ 50 കൊല്ലം കുറഞ്ഞ സിനിമയിൽ പറയുന്ന കുഴപ്പങ്ങളെല്ലാം ഈ 2023 ഈ ജൂലൈ മാസത്തിൽ ഈ സംസ്ഥാനത്ത് നിലവിലുണ്ട് എന്നറിയാം. നമ്മൾ 50 കൊല്ലം കൊണ്ട് എങ്ങോട്ട് പോയില്ല എന്നുള്ള സത്യം അതിൽ പറയുന്ന കുഴപ്പങ്ങളെല്ലാം ഇന്നും. എന്റെ അസീസ് നീ ആള് കൊള്ളാലോടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.